അല്ല, ഞങ്ങളെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിന് സ്ക്രീനിങ് കമ്മിറ്റി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് നേരത്തെ ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ്. പിന്നീട് അത് ഇലക്ഷൻ വൈകിപ്പോവും എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്നാണ് വളരെ നേരത്തെ കഴിഞ്ഞ ആഴ്ച ചെയ്യേണ്ടതായിരുന്നാണ് ഇപ്പോൾ ഈ ആഴ്ച ചെയ്യുന്നത്. ഞാൻ യാത്രയിലായതുകൊണ്ട് ഞായറാഴ്ച മാത്രമാണ് അവധി. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മാറ്റി വെച്ചതാണ്. 1-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ. ഇപ്പം അത് 2-ാം വാരത്തിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വമായിട്ടുള്ളൊരു അല്ല, അത് നമുക്ക് ആ സമയമാകുമ്പോഴേക്കും സമയത്തിന് മുമ്പേ തീരുമാനിക്കാം. 13ാമത്തെ മണിക്കൂറിൽ തീരുമാനിക്കുന്ന ഒരു ഇതുണ്ടാവില്ല. പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പട്ടിക ഉണ്ടാവും. അല്ല, അപ്പോഴേക്ക് റെഡി ആയിരിക്കും. ഇലക്ഷൻ പ്രഖ്യാപനം വരുമ്പോഴേക്കും നമ്മുടെ പട്ടികയെല്ലാം റെഡി ആയിരിക്കും. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ തന്നെ ആദ്യഘട്ടത്തിലൊരു 50ഓളം സ്ഥാനാർത്ഥികളെ നമുക്ക് പ്രഖ്യാപിക്കാവുന്ന ഒരു അന്തരീക്ഷം ഞങ്ങൾ തന്നെ സംസാരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2-ാം ഘട്ടത്തിലാവുമ്പോഴേക്കും പിന്നെയുള്ള ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് തീരുമാനിക്കാൻ പറ്റും. അതൊന്നും ഒരു പ്രയാസമില്ലാതെ പഴയ കാലത്ത് ഇവിടെ എല്ലാവരും കൂടി വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് 1-2 ആഴ്ച കിടന്ന് തീരുമാനമെടുക്കുന്ന സ്ഥിതിയൊന്നും ഇപ്രാവശ്യം ഉണ്ടാവില്ല. അല്ല, നമ്മളിപ്പോൾ അല്ല, നമ്മളെ റെഡിയാണെന്നേ, നമുക്ക് റെഡിയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും. അല്ല, അതെല്ലാം ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. അദ്ദേഹം തന്നെ നയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അദ്ദേഹത്തിന് എതിരായിട്ടുണ്ടായിരിക്കുന്ന ഒരു ജനവികാരം അദ്ദേഹം വരുമ്പോഴേ അത് കൂടുതൽ പ്രതിഫലിക്കുള്ളൂ. പെട്ടെന്ന് ആള് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് ഫ്യൂസായി പോയാലോ. തെറ്റൊന്നുമല്ല. ഒരു അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മോഹൻലാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. അവർ തമ്മിലൊരു ഇന്റർവ്യൂ നടത്തിയില്ലേ, അതിലൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തണമെന്ന് ശരിയല്ല. അത് നടക്കട്ടെ, അതിലൊന്നും ഒരു തെറ്റില്ലെന്നേ. യാത്രയിൽ നിന്ന് അതിശക്തമായ ഒരു ജനവികാരം ഈ സർക്കാരിനെതിരെ ഉണ്ടെന്നും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് UDF ആളുകൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾ യാത്രയിൽ നൽകുന്ന സന്ദേശം ഗവൺമെന്റിനെ വിമർശിക്കാൻ മാത്രമല്ല, ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഗൗരവതരമായ ഒരു ചർച്ചയ്ക്ക് കൂടി UDF തുടക്കമിട്ടിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യ, വിദ്യാഭ്യാസ, തൊഴിൽ, കാർഷിക മേഖലകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നല്ല ബദൽ നിർദ്ദേശങ്ങളുണ്ട്. സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ എല്ലാം തകർന്നടിഞ്ഞ് കിടക്കുകയാണ് കേരളത്തിൽ. ഭയങ്കര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ. അതിൽ നിന്ന് കേരളത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ UDF നൽകുമെന്നുള്ളൊരു വലിയ മെസ്സേജാണ് ഞങ്ങൾ യാത്രയിൽ നൽകുന്നത്. അല്ലല്ല, അതൊക്കെ നമ്മളത് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ. അതിപ്പോ CPM കൊണ്ടുവന്നിരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ പിന്നെ അവർ കൂക്കുവിളിക്കില്ല. മര്യാദയാണ്. അവിടുത്തെ MLA ചടങ്ങിന് ക്ഷണിച്ചിട്ട് MLA വരുമ്പോൾ പാർട്ടിക്കാരെ കൊണ്ട് കൂക്കുവിളിപ്പിക്കുന്ന ശുദ്ധ മര്യാദകളാണ്. അത് ഞങ്ങൾക്കും വേണമെങ്കിൽ നാളെ ഒരു 50 പേരെയോ 100 പേരെയോ കൂട്ടിക്കൊണ്ടുപോയി CPMന്റെ MLAയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ കൂക്കി വിളിക്കുക. അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ നടത്തിയ ഒരു ദുരന്തത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടി പണമുണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങൾ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ കൊടുത്ത പണമുണ്ട് അതിൻ്റെ അകത്ത്. സിദ്ദീഖ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ കൊടുത്തൊരു പണമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു MLA അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് നാളെ 50 പേരെ കൂട്ടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കൂക്ക് വിളിക്കുക. അതും മര്യാദയല്ല. ഞങ്ങളത് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. അത് മര്യാദകേടാണ് ചെയ്തിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയാണത് മാപ്പ് പറയുന്നത്. BJPക്ക് 1-2 സീറ്റുകളൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്ന ചില ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളുടെ സർവേകളൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരൻ സ്വയം ഈ ചുവരൊക്കെ എഴുതി അവരുടെ പ്രചാരണം കാര്യമായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ BJPയുടെ പെർഫോമൻസ് എന്താ? അല്ല, അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ 1-2 സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞതാണ്. കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അല്ലല്ല, അവർ തമ്മിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ലേ, സംസാരിക്കാൻ പാടില്ലേ. ഞങ്ങൾ അടൂര് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ അടൂര് അദ്ദേഹം ഒരാളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് യാദൃശ്യമായി കണ്ടു. ഇനി അല്ലാതെ കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാൽ എന്താ ഞാൻ കണ്ടാൽ സംസാരിക്കുമല്ലോ. അതിലെന്താ തെറ്റ്? അതിലൊന്നും ഒരു വാർത്തയില്ല. പിന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം നിങ്ങൾക്ക്, അത്രയേ ഉള്ളൂ.